തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഈ വർക്ക് സെൻട്രൽ ഫോർ റൂറൽ മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്നത്. 2013 ആദ്യം ഏൽപ്പിച്ചത്. പക്ഷേ ഇത് സമയബന്ധിതമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കില്ല. പ്രധാനമായിട്ട് 2 കാരണമാണ്. ഒന്ന്, ഈ നദിയിൽ 2013-ലും 2014-ലും ക്രമാതീതമായിട്ട് വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് ഈ വർക്ക് ഞങ്ങൾക്ക് ആ 2 വർഷം ഡിലേ ആയിരുന്നു. രണ്ടാമതൊരു കാരണം, ഇതിൻ്റെ മെത്തഡോളജിയൊക്കെ രൂപപ്പെടുത്തി ഫൈനലാക്കുന്നത് സെൻറ്റർ ഫോർ എർത്ത് സയൻസ് ആണ്. അവർ കുറഞ്ഞത് 6 പ്രാവശ്യം ഈ മെത്തഡോളജി റിവൈസ് ചെയ്യും. അപ്പം ആ മെത്തഡോളജി റിവൈസ് ചെയ്തത് മൂലം ഞങ്ങൾ അഡീഷണലായിട്ട് പല പ്രാവശ്യം ഡാറ്റ വീണ്ടും ശേഖരിക്കേണ്ടി വരും. അപ്പം അതും ഈ വർക്ക് ഡിലേ ആകാനായിട്ടുള്ള ഒരു കാരണം. അപ്പം അത് ഈ പല പ്രാവശ്യം ഡാറ്റ അഡീഷണൽ കളക്ട് ചെയ്ത് ഇത് പൂർത്തീകരിച്ചത് 2015 അവസാനം. 2016 ആദ്യം ഞങ്ങളിത് പൂർത്തിയാക്കി റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും കൺസേൺഡ് റിവർ ബാങ്ക് അതോറിറ്റിക്കും കൊടുക്കുകയുണ്ടായി. അവർ മാനേജ്മെന്റ് സെക്രട്ടറി കൊടുത്ത ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ കേന്ദ്രീകരിക്കുന്നത്. അപ്പം ഇത് കാരണമാണ് ഇത് സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നതിന് 2 കാരണം. എങ്കിലും ഇത് 2015 അവസാനം പൂർത്തീകരിച്ച് കൊടുക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് വേറെ ഒരു ഇഷ്യൂ വരുന്നത്, ഈ മീനച്ചിൽ റിവറിന്റെ ഈരാറ്റുപേട്ട മുതൽ ഇത്തിക്കൽ പാലം വരെയുള്ള ഏരിയയിലാണ് ഈ വർക്ക് ഞങ്ങൾ നടത്തിയിരുന്നത്. നദിയുടെ 2 സൈഡിലും 50 മീറ്റർ അങ്ങോട്ട് 2 സൈഡിലുമുള്ള എന്തെല്ലാം കൺസ്ട്രക്ഷൻസാണുള്ളത്, അത് ഇൻക്ലൂഡിങ് കെട്ടിടം, വഴികൾ, കയ്യേറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ മണൽ എടുക്കാവുന്ന മണലിൻ്റെ അളവുണ്ടോ ഇല്ലയോ നമുക്ക് ഈ സാൻഡ് ഓഡിറ്റിങ്ങിൽ ചെയ്തിട്ടുണ്ട്. അപ്പം സാൻഡ് ഓഡിറ്റിങ്ങിലാണ് ഈ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വന്നുകൊണ്ടാണ് ഈ 2 വർഷം ഇത് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നത്. അപ്പോൾ ഇതാണ് ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഉത്തരവാദിത്വം ഈ മീറ്റിങ്ങിലേക്ക് വന്നിട്ട് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് യോഗ അധ്യക്ഷൻ പ്രൊഫസർ പുതിയനാണ്. സാറ് ഞങ്ങളുമായിട്ട് ദീർഘകാലമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ആളാണ്. പ്രത്യേകിച്ച് സെൻട്രൽ ഫോർ റൂറൽ മാനേജ്മെന്റ് നടത്തുന്ന വർക്കുകളിൽ കേരളം വിട്ടുള്ള സ്റ്റേറ്റുകളിലെ വർക്കുകൾ പ്രധാനമായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നത് സാറാണ്. സാറിന് മറ്റ് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ വശമുള്ളതുകൊണ്ട് സാറിനെ ആ ചുമതല ഏൽപ്പിക്കാറ്. സാറിന് യോഗത്തിലേക്ക് തന്നെ അബ്ദവുമായിട്ട് സ്വാഗതം ചെയ്യും. പിന്നെ യോഗ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കോട്ടയത്തിലെ തിരുവനന്തപുരം ആകാശമുള്ളതാണ്. അദ്ദേഹം വരും. അദ്ദേഹമാണ് ഞാൻ മുമ്പേ പറഞ്ഞു ഈ വർക്ക് CRMനെ ഏൽപ്പിച്ചത്. അദ്ദേഹം ഇത് പീരിയോഡിക്കായിട്ട് ഇതിൻ്റെ വർക്കിൻ്റെ പ്രോഗ്രസ് വിളിച്ചന്വേഷിക്കാറുണ്ടായിരുന്നു. അപ്പം ഈ സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ഒരു യോഗ്യനായ വ്യക്തി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മീറ്റിംഗിൽ ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തു. പിന്നെ ഡോക്ടർ B. ഇക്ബാലാണ്. ഡോക്ടർ CRMൻ്റെ ഒരു ദീർഘകാലമായിട്ട് CRMൻ്റെ ഒരു അഭ്യുദയകാംക്ഷയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. ഇപ്പോൾ പ്ലാനിംഗ് ബോർഡ് അംഗമാണ്. അദ്ദേഹമാണ് ഈ യോഗത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തു. പിന്നെ ഈ ഓരോ സെഷനും എന്താണെന്ന് വിശദീകരിക്കുന്നത് പ്രൊഫസർ അലക്സാണ്ടറാണ്. പ്രൊഫസർ ഉഴവൂർ കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളാണ്. റിട്ടയർ ആയതിനു ശേഷം CRMുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. പ്രൊഫസർ അലക്സാണ്ടറെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തു. പിന്നീട് ഉള്ളത് ഈ ഓരോ സെഷനും ചെയർ ചെയ്യുന്ന ആളും പേപ്പർ അവതരിപ്പിക്കുന്നതുമാണ് ആൾക്കാരെയാണ് സ്വാഗതം ചെയ്യാറുള്ളത്. അത് വിശദമായിട്ട് പ്രൊഫസർ അലക്സാണ്ടർ ഓരോ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കൂടാതെ ഈ യോഗത്തിൽ പേരെടുത്ത് പറഞ്ഞ് എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് സാധ്യമല്ല. പക്ഷേ പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്കിലും അതിനുള്ള സമയപരിധി ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ യോഗത്തിൽ വന്നിരിക്കുന്ന പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നവരെ, കൂടാതെ എൻ്റെ CRMലെ എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ വേദിയിൽ അതിവിശിഷ്ട വ്യക്തികളാണ് നമ്മളിന്ന് ഈ റിവർ ബാങ്ക് CRMൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. CRMുമായിട്ട് വളരെ അഭേദ്യ ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇന്നിപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഡോക്ടർ ഇക്ബാൽ,
ഡോക്ടർ അലക്സാണ്ടർ, ഡോക്ടർ പ്രസാദ്, ഡോക്ടർ പി ടി പിള്ളി, അങ്ങനെ തുടങ്ങിയ അതിവിശിഷ്ട വ്യക്തികളിലൂടെ സമാഗതരായിട്ടുണ്ട്. CRM 10-25 വർഷമായിട്ട് ഇവിടെ വളരെ നല്ല ഗവേഷണ പഠനങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതേപ്പറ്റി ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് തന്നെ ഒരു 10-25 വർഷമായിട്ട് CRMുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. എനിക്ക് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇത് വളരെ രഹസ്യമായിട്ട് വയ്ക്കുന്ന ഒരു സ്വഭാവമാണ് ഡോക്ടർ ജോസിനുള്ളത്. വളരെ ചെറിയ തോതിൽ തുടങ്ങി ഇപ്പോൾ നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ എത്തിയിരിക്കുന്ന CRMന്റെ പ്രശസ്തി നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. വളരെ വളരെ നല്ല പഠനങ്ങൾ ഒരു ഗവേഷണ വിദ്യാർത്ഥി കൂടുതൽ ആത്മാർത്ഥമായി പഠിക്കുവാൻ തക്ക വിധത്തിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ CRMൽ ഉണ്ടായിട്ടുള്ളത്. അത് എങ്ങനെയാണ്, എപ്രകാരമാണ്, എന്താണ് എന്ന് അറിയാനുള്ള ഒരു ഏർപ്പാട് ഇതുവരെ ഈ CRM ഡയറക്ടർ നമുക്ക് ചെയ്തു തന്നിട്ടില്ല. അപ്പം ഇതൊരു വലിയ ഒരു ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ CRM നടത്തിയ ആ ഒരു വലിയ പഠനം നമ്മുടെ മീനച്ചിൽ റിവറിനെ പറ്റിയുള്ള നമ്മുടെ ഗുണനദി കവണ എന്ന് നമ്മളെല്ലാവരും പ്രശംസിക്കുന്ന നമ്മുടെ ശിലാകേന്ദ്രമായ മീനച്ചിൽ റിവറിനെ പറ്റിയുള്ള ഈ പഠനം നമ്മളെല്ലാവരും കൂടി ഒന്ന് വിശദീകരിച്ച് ഒന്ന് ചർച്ച ചെയ്യാൻ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ജോസ് ബാംഗ്ലൂരിൽ നിന്ന് പഠനമൊക്കെ കഴിഞ്ഞ് ഡോക്ടറേറ്റൊക്കെ എടുത്ത് ഇവിടെ വന്നു. അദ്ദേഹത്തിന് വേറെ ഒരു നല്ല ജോലി, സർക്കാർ ജോലി കിട്ടുമായിരുന്നു. പക്ഷെ അതിനൊന്നും മുതിരാതെ സ്വന്തമായിട്ട് ഒരു ഗവേഷണ കേന്ദ്രം തുടങ്ങി. അത് ഇപ്പോൾ ഒരു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ തന്നെ, അല്ലെങ്കിൽ NCR എന്ന് പറഞ്ഞ വലിയ സ്ഥാപനം പോലെ തന്നെ ആ ഒരു ശ്രേണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടും. ഞാനൊന്ന് പറഞ്ഞു കൊടുത്ത് ഇത് ബസ് നമുക്ക് അഭിമാനകരമാണ്. ഡോക്ടർ ജോസിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരന് സർക്കാർ ജോലിക്കൊന്നും പോകാതെ, കോളേജ് വാക്കാർ പഠിക്കൊന്നും പോകാതെ, എന്നെ പോലെ ഒരു ടീച്ചറാകാതെ വർഷത്തിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഡേ ആൻഡ് നൈറ്റ് പണിയാണ്. 24 മണിക്കൂറും ഗവേഷണം. ഇന്ന് ഹൈദരാബാദിലാണെങ്കിൽ നാളെ റാഞ്ചിയിലാണ് പിറ്റേ ദിവസം ഡൽഹിയിൽ. ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ നമ്മുടെ മീനച്ചില്ലാറിനെ പറ്റി പിന്നെ ഒരു ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ, സമയമില്ല, എനിക്കറിഞ്ഞോളാം. ഞാൻ പാലക്കാരനാണ്. എൻ്റെ പിതാവ് 107 വയസ്സിൽ വരെ ജീവിച്ച ഒരു കർഷകനാണ്. ഈ മീനച്ചിലാറിൻ്റെ കാര്യം എൻ്റെ ഭാഷ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. മീനച്ചിലാറിൽ പത്തേമാരി വന്നു ചരക്കുകൾ കൊണ്ടുപോയി ആലപ്പുഴ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു എൻ്റെ ഭാഷ. ചുക്ക്, കുരുമുളക്, കൊപ്ര ഇതെല്ലാം ഈ പത്തേമാരിയിൽ കയറ്റി ആലപ്പുഴ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ 70 വയസ്സോളം ആവുക. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പാലായിൽ ഗ്രാപ്പുളി പെരുന്നാൾ കൂടാൻ പോകുമായിരുന്നു. ഗ്രാപ്പുളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പെരുന്നാൾ പാലായിൽ വലിയ പെരുന്നാൾ, അരിയത്ര പെരുന്നാൾ പോലെ തന്നെ അതിലും വലിയൊരു പെരുന്നാൾ. അവിടെ ഒരു വർഷത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്കുള്ളത് വാങ്ങിക്കുന്ന ഒരു വേദിയായിരുന്നു. ചട്ടി, കലം, ഉണ്ട്, തേറ്റിക്കുള്ളതുണ്ട്, വെള്ളിപ്പെരുന്നാളുള്ളതുണ്ട്, പിന്നെ അങ്ങനെ എല്ലാ ഓട്ടുകലങ്ങളെല്ലാം, ഓട്ടുപാത്രം, ഉപ്പുമുളക്, സർവ്വ സാധനം ഒരു വർഷത്തേക്കുള്ളത് വാങ്ങി ഞങ്ങൾ പോകുക. എൻ്റെ അവരുടെ കൂടെ ഞാൻ വന്ന് വഴക്കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ മീനച്ചിലാറിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ്? 4 സൈഡിൽ കെട്ടി കൈകേറി. ഇപ്പം അവിടെ ഒരു വള്ളം പോലും നമ്മൾ കാണാറില്ല. ഞാൻ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുഴുവൻ വെള്ളമാണ്. ആ റിവറിനെ പറ്റി വളരെ ശാസ്ത്രീയമായൊരു പഠനം നടത്തിയ ഡോക്ടർ ജോസിനെയും CRMനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിനെപ്പറ്റി വിശദമായ ചർച്ചകൾ നടക്കാൻ പോകുന്നു. 23,000
2345 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഇത് പുറത്തേക്ക് കൊടുക്കുന്നത്. അതിൽ 1210 ക്യൂബിക് മീറ്റർ വെള്ളം ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ വൃഷ്ടിപ്രദേശം 12.72 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഇനി ഈ മീനച്ചിലാറിനെ വെള്ളം നൽകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 38 പോഷക നദികളും അവയുടെ ചെറു പോഷക കൈവഴികളും ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടവയെ സംബന്ധിച്ച് മാത്രം ഞാൻ പറയാം. ഒന്ന്, വഴിക്കടവിൽ നിന്ന് ആരംഭിക്കുന്നതും മാർമല, അട്ടിക്കളം, ദീപ്പോയി ഭാഗത്ത് കൂടി ഒഴുകി ഈരാറ്റുപേട്ടയുടെ സമീപം ചേരുന്ന ഒരു കൈവഴി. മറ്റൊന്ന്, ഇല്ലിക്കക്കല്ലിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് മേലിയാവ്, മങ്ങമ്പ്, വാവക്കാട്, ഇടമറവ് വഴി ഒഴുകി 2003 സന്ധിക്കുന്ന മറ്റൊരു ശാഖ. മറ്റൊന്ന്, കുരിശമലയുടെ തെക്ക് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് അടിവാരം, പെരുമ്പളം, പൂഞ്ഞാർ ഭാഗത്ത് കൂടി ഒഴുകി എത്തുന്ന മറ്റൊരു പുഴ. മറ്റൊന്ന്, വേങ്ങത്താനം, ചേർന്നാട്, കുന്നൂന്നി, ചോരത്തരം, പൂഞ്ഞാർ ഭാഗത്തു നിന്ന് ഒഴുകി ഈരാറ്റുപേട്ടയ്ക്ക് മുൻപായി തന്നെ ഈ നദിയിലേക്ക് വന്നു ചേരുന്നു. ഇതിലൊരു കൈവഴി മാത്രം ഈരാറ്റുപേട്ടയ്ക്ക് ശേഷം വന്ന് ചേരുന്നുണ്ട്. അത് ചിറ്റാറാണ്. കാളകെട്ടി, ചമ്മലമറ്റം, തിരുനാട്, മീനച്ചിൽ, കൊണ്ടൂർ വഴി ഒഴുകി മീനച്ചിലാറ്റ് വന്നു ചേരുന്നു. മറ്റ് കൈവഴികൾ, ഒന്ന് അക്കൽത്തോട്, 500 കലയക്കണ്ടം, നരിയങ്ങാനം, പ്ലാശന വഴി ഒഴുകി പനക്കപ്പാലത്തിനോട് ചേർന്ന് മീനച്ചിലാറിൽ പതിക്കുന്ന ഒരു കൈവഴിയാണ്. മറ്റൊന്ന് പൊന്നൊഴുകുന്നതോട്, ഇടമറ്റം, ഭരണങ്ങാനം ഈ പ്രദേശത്തോടെ ഒഴുകി മീനച്ചിലാറിലേക്ക് ചേരുന്നു. മറ്റൊന്ന് ലാലംതോട്, ലാലം പാലാ ഭാഗത്തുകൂടി ഒഴുകി പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടുപുറകായി നദിയിലേക്ക് ചേരുന്നു. മറ്റൊന്ന് മീനച്ചിലത്തോട്, ചെങ്ങളം, ഉരുളികുന്നം, ഞണ്ടുപാറ, പൈക, ഭൂവരണി ഈ സ്ഥലത്തുകൂടി ഒഴുകി എറണാകുളത്ത് സെൻറ് ജോൺസ് കോളേജിൻ്റെ പിന്നിലായി ഈ പുഴയിലേക്ക് ചേരുന്നു. മറ്റൊന്ന് ചകിണിത്തോട്, മാരണ, ചേർപ്പുങ്കൽ വഴി ഒഴുകി ചേർപ്പങ്കൽ പാലത്തിനടുത്ത് വന്ന് മീനച്ചിലാറിലേക്ക് സന്ധിക്കുന്നു. മറ്റൊന്ന് പന്നകന്തോട്, കൈവഴികളിൽ ഏറ്റവും ദൈർഘ്യമുള്ള കൈവഴിയാണിത്. 30 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. KK റോഡിലെ 14 മൈലിൻ്റെ അടുത്ത ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് മാണപ്പാട്ട്, മറ്റക്കര, അറുമാന്നൂർ, അയർക്കുന്നം, പുന്നത്ര, കിടങ്ങൂർ ഭാഗത്ത് കൂടെ ഒഴുകി മീനച്ചിലാറിലേക്ക് പതിക്കുന്നു. മറ്റൊന്ന് കട്ടച്ചിറത്തോട്, കട്ടച്ചിറ, അത് അവിടെ നിന്ന് ആരംഭിച്ച് കുളവലിങ്ങാട് നിന്ന് ആരംഭിച്ച് കട്ടച്ചിറ, കടപ്പൂർ വഴി മീനച്ചിലാറിലേക്ക് പതിക്കുന്നു. മേൽപ്പറഞ്ഞ നദിയിൽ കൂടി ഒഴുകിയെത്തുന്ന വെള്ളമാണ് മീനച്ചിലാറിനെ സമ്പന്നമാക്കുന്നത്. ഈ നദി ഒഴുകിയെത്തുന്ന പ്രദേശങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും താഴെ പറഞ്ഞതാണ്. ഇതിലായിരുന്നു നമ്മൾ പഠനം നടത്തിയിരുന്നത്. ഒന്ന് തിരുനാട് ഗ്രാമപഞ്ചായത്ത്, അടുത്തത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി, 3 തലപ്പലം ഗ്രാമപഞ്ചായത്ത്, ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത്, മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത്, പാലാ മുനിസിപ്പാലിറ്റി, മുത്തൂരി ഗ്രാമപഞ്ചായത്ത്, കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത്, ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി, അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം മുനിസിപ്പാലിറ്റി, വിജയപുരം ഗ്രാമപഞ്ചായത്ത്, തിരുവാറൂർ ഗ്രാമപഞ്ചായത്ത്, അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത്, ഐമനം ഗ്രാമപഞ്ചായത്ത്. ജലസമൃദ്ധിയുടെ കാലത്ത് കെട്ടുവളങ്ങളും മറ്റുമൊക്കെ ഈ നദിയിൽ കൂടി സഞ്ചരിച്ചിരുന്നു. വെള്ളം കുറഞ്ഞതോടെ നദിയിൽ കൂടിയുള്ള ഗതാഗതവും കുറഞ്ഞു. അതുപോലെ തന്നെ കരമാർഗം സുഗമമായി പ്രവർത്തിക്കാവുന്ന രീതിയിൽ ആയ റോഡുകളുള്ളതുകൊണ്ട് തന്നെ ഈ ജലമാർഗം വിസ്മയിലാകുകയും ചെയ്തു. ഇനി മീനച്ചിലാറിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഉള്ള സൂചന മാത്രമേ ഞാൻ നൽകുന്നുള്ളൂ. ഒരു കാലത്ത് ഈ നദി ജലസമൃദ്ധമായിരുന്നു. അതിൽ ഒരു അണക്കെട്ട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളും ചില കാര്യങ്ങൾ നടന്നിരുന്നു. അക്കാലത്ത് നദീ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സന്നദ്ധ സംഘടനകളും വ്യക്തികളും പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ പിന്നാലെ കേരളത്തിൽ അങ്ങോളമുള്ള ഒട്ടേറെ സംഘങ്ങളും വ്യക്തികളും പരിസ്ഥിതി പ്രവർത്തകരും ഇതിൻ്റെ പിന്നിലായി അണിയിരുന്നു. അതിൽ ചില വ്യക്തികളുടെ പേരുകൾ മാത്രം ഞാനെന്ന് പറയാം. ഒന്ന്